സച്ചിൻ യുഗത്തിന് ശേഷമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് പൂർണ്ണത കൈവരിച്ച വർഷം കൂടിയാണ് 2013. ധോണിയുടെ യുവസംഘം ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായപ്പോൾ 2012 വിശ്വവിജയത്തിന് ശേഷം ഇന്ത്യ ആഘോഷിച്ച ക്രിക്കറ്റ് മുഹൂർത്തമായി അത് മാറി. ആഷസ് ക്രിക്കറ്റിലെ ഇംഗ്ലീഷ് പടയോട്ടവും പിന്നീട് ഓസ്ട്രേലിയ നടത്തിയ തിരിച്ചുവരവും ശ്രദ്ധേയമായി. ശ്രീശാന്ത് ഉൾപ്പെട്ട IPL ഒത്തുകളിയാണ് 2013 ക്രിക്കറ്റ് വിവാദം. യുവ ഇന്ത്യക്ക് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ചിലതെല്ലാം ഉറക്കെ വിളിച്ചു പറയാനുണ്ടായിരുന്നു. പരിചയസമ്പന്നരല്ല പ്രതിഭകളാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വക്താക്കളെന്ന്. സെവാഗ്, സഹീർ, ഹർഭജൻ, ഗംഭീർ ഇവരാരുമില്ലാതെ ഇംഗ്ലണ്ടിലെത്തിയ നീലപ്പട ലോക ക്രിക്കറ്റിന്റെ നെറുകയിലെ ഇടം ഉറപ്പിക്കുകയായിരുന്നു. ശിഖർ ധവാൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഭുവനേശ്വർ കുമാർ ഇങ്ങനെ ഒരു പിടി യുവതാരങ്ങളുടെ മികവ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ടീം ഇന്ത്യ. ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെയായിരുന്നു ഏകദിന രാജാക്കന്മാരുടെ ചാമ്പ്യൻസ് ട്രോഫി ധാരണം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദുർഗന്ധമുള്ള വശവും 2013 ലോകം കണ്ടു. പണമൊഴുകുന്ന IPL-ൽ ഒത്തുകളി നടക്കുന്നുണ്ടെന്ന ദില്ലി പോലീസ് കണ്ടെത്തലുകൾ ചെന്നെത്തിയത് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവരിലേക്ക്. അങ്കിത് ചവാനും അജിത് ചണ്ഡിലയ്ക്കുമൊപ്പം ശ്രീശാന്തും ക്രിക്കറ്റിന്റെ ഗ്ലാമർ ലോകത്ത് നിന്ന് ജയിലറയുടെ ഇരുട്ടിലേക്ക് നീങ്ങി. BCCI മേധാവി N. ശ്രീനിവാസനും മരുമകൻ ഗുരുനാഥ് മെയ്യപ്പനും കള്ളക്കളികളിലെ കൂട്ടാളികളെന്ന മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ ക്രിക്കറ്റ് ഭരണത്തിലെ പുഴുക്കുത്തുകളിലേക്കുള്ള എത്തിനോട്ടമായിരുന്നു. ആഷസ് ആണ് ലോകം കൗതുകത്തോടെ കണ്ടിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ്. ജൂലൈയിൽ ഇംഗ്ലണ്ടിലെത്തിയ ഓസീസിന് 2 മത്സരങ്ങൾ സമനിലയിലാക്കാൻ സാധിച്ചുവെങ്കിലും 3-0 തോൽവി വഴങ്ങേണ്ടി വന്നു. എന്നാൽ ഡിസംബറിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ കഥ മാറി. ഒരു ടെസ്റ്റ് ശേഷിക്കെ 4-0 പരമ്പര കൈപ്പിടിയിലാക്കിയിരിക്കുന്നു കങ്കാരുക്കൾ.